ഹലോ എവ്രി വൺ, റീവിസിറ്റിംഗ് കുട്ടേട്ടൻ. എന്തുകൊണ്ട് കുട്ടേട്ടൻ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എന്തോ തോന്നിയ ഒരു ഫൺ വൈബിലുള്ള മമ്മൂക്കയുടെ ഒരു പഴയ പടം കാണണമെന്ന്. ആദ്യം നന്ദി വീണ്ടും വരിക കാണാമെന്ന് വിചാരിച്ചു. അത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അതിൻ്റെ ഒരു കഥ എനിക്കറിയാം. അത്യാവശ്യം ഒരു പേടിത്തൊണ്ടനായിട്ടുള്ളൊരു ആള്, പിന്നെ പോലീസ് ഓഫീസറായിട്ട് മാറിയിട്ടുള്ള പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ. അതിൽ കുറേ അതിശയോക്തിയൊക്കെ ഉണ്ടെങ്കിലും അത് പിന്നെ കാണാമെന്ന് വെച്ചു. അങ്ങനെ കുട്ടേട്ടൻ സെലക്ട് ചെയ്തു. അറ്റ് ദ മൊമെന്റ് മമ്മൂക്കയെ പറ്റി നമുക്ക് യാതൊരു വിവരവും ഇല്ല. പുള്ളിക്ക് ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും പുള്ളി എല്ലാം കഴിഞ്ഞ് വളരെ നന്നായി വരട്ടെ. കളങ്കാവൽ റിലീസ് ഉറ്റുനോക്കുകയാണ്. അതൊരു നല്ല വിജയമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുള്ളിയെ മിസ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ കുറച്ച് പഴയ പടങ്ങൾ, വളരെ ഫൺ വൈബിലുള്ള പടങ്ങൾ, എനിക്കിനി അമരമൊക്കെ കണ്ടിരുന്ന് കരയാനോ അല്ലെങ്കിൽ വിധേയനോ പൊന്തന്മാടെയൊക്കെ കണ്ടിരുന്നിട്ട് എനിക്ക് വേണ്ട വൈകാരികമായി അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേണ്ട, തൽക്കാലം മാറ്റി വെച്ചിട്ട് കുട്ടേട്ടൻ പോലുള്ള ഫൺ വൈബിലുള്ള കുറച്ച് പടങ്ങൾ. ഇനിയും കുട്ടേട്ടൻ 1990 സെപ്റ്റംബർ 29 റിലീസ് ചെയ്ത പടം. ഓൾമോസ്റ്റ് 2 മണിക്കൂർ 15 മിനിറ്റ് ആ റേഞ്ചിലൊക്കെ പടത്തിൻ്റെ ഡ്യൂറേഷൻ ഉള്ളൂ. ലിങ്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് പടം ഇരുന്ന് കാണുക, ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിച്ചപ്പോഴത്തേക്കും ഓട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ആരൊക്കെയാണ് ഡയറക്ഷൻ മറ്റ് കാര്യങ്ങളിലോട്ടൊക്കെ നോക്കിപ്പോയപ്പോഴും ഞെട്ടിപ്പോയത്. ഫസ്റ്റ് ഡയറക്റ്റഡ് ബൈ ജോഷി. പുള്ളി ചെയ്ത പടമാണോ കുട്ടേട്ടൻ? കാരണം പുള്ളിയുടെ ഒരു സ്ഥിരം ജോൺറിയിൽ നിന്ന് മാറി പുള്ളി എടുത്തൊരു പടം. ഇനി ഇതിൻ്റെ റിട്ടൺ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ലോഹിതദാസ് അടിപൊളി. രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഡോക്ടർ പശുപതി ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്തതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടുന്നത് പോലെയുള്ളൊരു ഫീലായിരുന്നു. അതിൻ്റെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. പൂവാലൻ, കാട്ടുകോഴി, ഞരമ്പ് രോഗി, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു മമ്മൂട്ടി ക്യാരക്ടറിനെ ഒരു ഫൺ വൈബിൽ കാണിച്ചിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഫൺ വൈബ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 35 വർഷം, സോറി, 35 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പടത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ സ്ത്രീവിരുദ്ധതയോ പറ്റി നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഈ പടം ഒരു പക്ഷേ ഒരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസ്കോ കേസിൽ അകത്ത് പോകേണ്ട ഒരു നായക കഥാപാത്രമാണ് ഇവരെല്ലാവരും കൂടെ. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. സോ അതിനൊരു നീണ്ട നിര തന്നെയുണ്ട്. ഈ നീണ്ട നിരയിൽ ഒരു പകുതി മുക്കാലും മമ്മൂക്കയുടെ കാമുകി വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം മമ്മൂക്ക, ഞാൻ ഓരോരുത്തരായിട്ട് വായിക്കാം, കാരണം അല്ലാതെ എനിക്ക് ഓർമ്മയിൽ വെച്ച് പറയാൻ പറ്റത്തില്ല. മമ്മൂക്ക, സരിത, മാധു, ലിസി, ഉർവശി, ശ്യാമ, സുമ ജയറാം, സുചിത്രയുടെ ഗസ്റ്റ് റോളാണ്, അത് പൊളിയാണ്, അത് ഞാൻ പറയാം. സുകുമാരിയമ്മ, ജഗദീഷ്, ഒടുവിലുണ്ണികൃഷ്ണൻ, മുരളി, തിലകൻ ചേട്ടൻ, അങ്ങനെ ഇതിനകത്ത് പക്ഷെ മെയിനായിട്ടുള്ളത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയും ജഗദീഷുമായിട്ടുള്ള ഗീവ് ആൻഡ് ടേക്ക്, മമ്മൂക്ക എവിടെയെങ്കിലും പോയിട്ട് പരിപാടി ഒപ്പിച്ച് അവസാനം ചമ്മി തിരിച്ചു വരുന്നത്, അതൊക്കെ പുള്ളി മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് പുള്ളി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പുള്ളി അതിനൊരു അനാക്ട് ചെയ്തിട്ട് പുള്ളി ഒരു വരവൊക്കെ വരുന്നുണ്ട്. എല്ലാം ഒപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇത് മനസ്സിലാക്കി ജഗദീഷ് പുള്ളിയെ ട്രോളുന്നത്. അപ്പം മമ്മൂക്കയുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും തോന്നിവാസത്തിനും കുട പിടിക്കുന്ന ഒരാളാണ് ജഗദീഷിന്റെ ക്യാരക്ടർ. ഡ്രൈവറാണ്. എന്നിട്ട് ഇടയ്ക്ക് ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കും, വെറും വാഗ്ദാനം. എന്നിട്ട് ജഗദീഷിനെ പറ്റിക്കുക, എന്നിട്ട് അവസരം പറയും നീ പോയി വണ്ടി കഴിയുക, അങ്ങനത്തെ സീനുകളൊക്കെ ഇടും. ഫുൾ ഫണ്ണാണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു ഫുൾ ഫണ്ണാണ്. ഇത് ഷോൾഡർ ചെയ്തിരിക്കുന്ന മമ്മൂക്ക തന്നെയാണ്. ഇതിനകത്ത് തിലകൻ ചേട്ടൻ്റെ പെർഫോമൻസും, മുരളി ഒരു പിമ്പായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇവർ മൂന്നുപേരും കൂടെ, മുരളിയും തിലകൻ ചേട്ടനും മമ്മൂക്കയും കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇത് ആസ്ഥാന കോഴി സമ്മേളനം. അതിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഇത് ഒരുമാതിരിയാവും. എങ്ങനെ ഇവരെ കൊണ്ട് ഇത്രയും നാച്ചുറലായിട്ട് പറയുന്നു. അതായത് എനിക്ക് ഒന്നും കിട്ടാറില്ല, പക്ഷെ കിട്ടിയെന്നാണ് ഞാൻ പുറത്ത് പറയുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള ഇവരുടെ കോൺവെർസേഷനൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു 3 കോഴികൾ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 കോഴികൾ ചേർന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അമ്മാതിരി ആ സീനൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പടത്തിന്റെ ഒരു ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 2 മണിക്കൂറോളം ഈ പടം നമ്മൾ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ചിരിച്ച് തന്നെയായിരിക്കും. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മമ്മൂക്ക. ഒരു ഫാനായിട്ട് പറയല്ല, പുള്ളി ഇത് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അത്രയും ഏയ്സ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലാണ് മമ്മൂക്ക അത്രയും ഒരു അഴിഞ്ഞാടി കുറേ നാളുകൾക്ക് ശേഷമുള്ള സീരിയസ് റോളുകൾക്ക് ശേഷം അങ്ങനെ കാണുന്നത്. അപ്പോൾ 90കളിലും അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ, നന്ദി വീണ്ടും വരിക പണ്ട് കണ്ടപ്പോൾ എൻ്റെ ഓർമ്മയിലും മമ്മൂക്ക അങ്ങനെയാണ്, കോട്ടയം കുഞ്ഞച്ചലിനെ മമ്മൂക്ക അങ്ങനെയാണ്, അഴകിയ രാമനിലെ മമ്മൂക്ക അങ്ങനെയാണ്, രാജമാണിക്യം പറയണ്ട അഴിഞ്ഞാട്ടമാണ്. അപ്പം പുള്ളി ഇങ്ങനെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർവെൽസിൽ വന്നിട്ട് ഇതുപോലത്തെ കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. അത് രസമാണ്. കഥയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മമ്മൂക്ക കോടീശ്വരനാണ്, ഉന്നത കുലജാതൻ, ഹിന്ദു കുടുംബത്തിലെ തന്നെ വളരെ പ്രമാണിയാണ്.
നാട്ടിൽ ജീവിക്കാതെ ഊട്ടിയിൽ വന്നിട്ട് ഒരു എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പിന്നെ ഊട്ടിയിൽ വരുമ്പോഴത്തേക്കും എസ്റ്റേറ്റ് തന്നെയായിരിക്കും ബിസിനസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതിലൊന്നും താല്പര്യമില്ല. കോഴിത്തരം ഫുൾ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നു. ഈ പറഞ്ഞ ലിസി ഇവരെ എല്ലാവരുടെ കൂട്ടത്തിലും പുള്ളിക്ക് കണക്ഷൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ വഴിയിൽ വെച്ചിട്ട് തിലകൻ ചേട്ടനെ കാണുന്നുണ്ട്. അതിനകത്ത് മമ്മൂക്കയുടെ വന്നിട്ടൊരു ഫസ്റ്റോ സെക്കൻഡ് ഡയലോഗോ ഉണ്ട്. ഒരു സ്ത്രീയെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, ഈസ് ഇറ്റ് റെയിനിങ് ഇൻ കേരള? ആ എക്സ്പ്രഷനൊക്കെ പൊളിയാണ്. പിന്നെ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്, മറ്റേ മധുമാസ ഇത് പറഞ്ഞിട്ട്. അതിനകത്ത് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഡ്രസ്സിങ് ഒക്കെ ഇട്ട് ഫുൾ സ്റ്റൈൽ ഇട്ട് ഇതിനകത്ത് എത്ര സീനുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രയും കൂളിംഗ് ഗ്ലാസ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ആ ഡ്രസ്സിങ് ഒക്കെ ഇപ്പം കണ്ടാലും അടിപൊളിയാണ്. ഓഫ് കോഴ്സ് നമ്മുടെ നായകന് ഡാൻസ് ചെയ്യാൻ അറിയില്ല, പക്ഷെ അതിന്റെ കുറവ് പുള്ളി ലുക്സിൽ പിടിച്ചിട്ടുണ്ട്. ഇടിവെട്ടാണ്, അതൊക്കെ കണ്ടു പോകുക, നിങ്ങൾ കോരിത്തിരിച്ചു പോകും. ഇപ്പോഴും ആ ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളി തന്നെയാണ്. നമുക്കൊരു ക്രിഞ്ച് ഫീൽ ചെയ്തില്ല, എക്സെപ്റ്റ് ഒരു ബാഡ്മിന്റൺ പ്ലെയേഴ്സിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തിനാണെന്ന് അതൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പാട്ട് തുടങ്ങുമ്പോൾ തന്നെ നെറ്റൊക്കെ വലിച്ചു കിട്ടി അതിൻ്റെ അത് വരുന്നുണ്ട്. അത് വേണ്ടായിരുന്നു. അത് ഒഴിച്ചിട്ടുള്ളതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്, പൊളിയാണ്. കുറേ കൂളിംഗ് ഗ്ലാസ്സും ഉണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. ചെറിയ കോഴിത്തരങ്ങളായിട്ട് മമ്മൂക്ക, ജഗദീഷ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. പുള്ളിയുടെ ക്യാരക്ടർ നല്ലതാണ്. ഒരു കുക്കാണ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരാളാണ്. പുള്ളി വീട്ടിൽ പെണ്ണുങ്ങൾ വരുമ്പോഴത്തേക്കും മുല്ലപ്പൂവൊക്കെ എടുത്ത് മണപ്പിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്. പുള്ളിയുടെ സ്റ്റൈല് അത് വേറൊരു ലെവലാണ്. പുള്ളി അത് നല്ല റേഞ്ചിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളി ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ചിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുന്നതും കണ്ണാടി മാറ്റി വെക്കുന്നതിനൊക്കെ ഒരു ഇതുണ്ട്. പുള്ളി അങ്ങനെയാണ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ. അതൊക്കെ ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ വളരെ നാച്ചുറലായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ തിലകനുമായിട്ട് പിന്നെ മമ്മൂക്ക എന്താ പറയുക ഒരു ഗുരുസ്ഥാനത്തോട്ട് വയ്ക്കും. അതായത് തിലകൻ കാട്ടുകോഴിയാണ്, അപ്പോൾ പുള്ളിയെ ഗുരുവായിട്ട് കാണുന്നു. പിന്നെ മുരളി ഒരു പിമ്പ് ക്യാരക്ടറിൽ പുള്ളി വരുന്നുണ്ട്. അങ്ങനെ ഇവരൊരു കൊച്ചു പെണ്ണിനെ അന്വേഷിച്ച് പോകുന്നതും ആ കുട്ടി ഇവരുടെ ലൈഫിലേക്ക് വരുന്നതും ഒരു സാഹചര്യത്തിൽ മമ്മൂക്കയ്ക്ക് അതിനെ ആ കുട്ടിയെ മകളായിട്ട്, അത് മാധുവാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. വളരെ നിഷ്കളങ്കമായ അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ആ ടൈമിലെ ക്യാരക്ടേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്കയ്ക്ക് വേറൊരു ഉണ്ടാകുന്ന ഒരു കുഞ്ഞായിട്ടാണ് പിന്നെ അവതരിപ്പിക്കുന്നത്. അപ്പോഴും ഉന്നത കുല ജാതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നായകൻ്റെതെല്ലാം കൂടിയ ഐറ്റംസ് ആയിരിക്കണം എന്നുള്ളൊരു എന്താ പറയുക ഉണ്ടായിരുന്നു. അത് ലോഹിതദാസ് എങ്ങനെ എഴുതി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്. പക്ഷെ എഗെയിൻ അതൊരു കൊമേഴ്ഷ്യൽ എലിമെന്റ് ആയിട്ട് മാത്രം കണ്ടതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അവസാനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മമ്മൂക്ക മാധുവിനെ സ്വന്തം മകളായിട്ട് തന്നെ കാണുകയാണ്. അതിലൊരു എക്സ്പ്രഷൻ ചേഞ്ച് ഒക്കെ ഉണ്ട്. മമ്മൂക്ക ജസ്റ്റ് ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ അച്ചാന്ന് വിളിക്കുന്നതൊക്കെ മമ്മൂക്ക ഇങ്ങനെ ഓർത്തെടുത്തിട്ട് മമ്മൂക്ക് ഒരു ഫീൽ വരും. അത് നല്ല രസമാണ്. അതിലൊരു ഭയങ്കര എന്താ പറയുക, സാധാരണ പുള്ളി വൈകാരികമായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് വിഷമവും കരച്ചിലും ഒക്കെ വരും. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് ഒരു മന്ദഹാസം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് ഒന്ന് മന്ദഹസിച്ച് പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യണം, എൻ്റെ മകളാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം, നമുക്ക് ആ ഫീൽ കിട്ടും. ഹാറ്റ്സ് ഓഫ്. അതൊക്കെ പുള്ളി എന്ത് നിമിഷ നേരം കൊണ്ട് വളരെ എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ട് പുള്ളി ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. പിന്നെ ലാസ്റ്റ് ഒരു ഫൈറ്റ്, നായകൻ്റെ കാലൊടിയുന്നു. പിന്നെ നായകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് ആണ് സുചിത്രയുടെ ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മമ്മൂക്ക് ഒരു ജസ്റ്ററൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടേട്ടൻ വൺസ് എ കോഴി ഓൾവേസ് എ കോഴി, അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇതിൻ്റെയൊക്കെ ഒരു സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു കഥ. കാരണം ഇപ്പം മമ്മൂക്കയും ജഗദീഷ് ഏട്ടനും ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത്. രണ്ടുപേരും റിവേഴ്സ് ഏജിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരെ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഇതുപോലത്തെ സിമിലർ ആയിട്ട് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടോ ഒക്കെ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ എനിക്കൊരു കംപ്ലീറ്റ്ലി ഫൺ വാച്ചായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും നോക്കാതെ ഇതിൻ്റെ ഫൺ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻജോയ്മെൻ്റ് ആണ്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട ഒരു പക്ഷേ നന്ദി വീണ്ടും വരികയായിരിക്കും, അല്ലെങ്കിൽ കോട്ടയം കുഞ്ഞച്ചനായിരിക്കും. ഏതെങ്കിലും കണ്ടിട്ട് പറയാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.